KVS ഹരിദാസൻ കുഞ്ഞ് ഇജിത് കണ്ടിരുതോ? ഇന്ത്യയുടെ പതാക വലിച്ചു കീറിട്ടെ അവിടേക്ക് ഹിന്ദുക്കളോണ്ട് വരരുതെന്നാ അമേരിക്കക്കാർ പറഞ്ഞതാ. എന്നാലും വലിയൊരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ നമ്മുടെ ഹരിദാസൻ കുഞ്ഞ്. എന്തായിരുന്നു? അതായത് പാരീസിൽ PSG ജയിച്ചതിന് അവരവിടെ കാണിക്കുന്ന അലമ്പത്തരങ്ങൾക്കും മറ്റ് പരിപാടികൾക്കും അതെല്ലാം കൂടെ മുസ്ലിങ്ങളുടെ തലയിലോട്ട് കെട്ടിവെച്ച ഹരിദാസിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. അവിടെ നടന്നത് എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ അമേരിക്കയിൽ ടാക്സസിൽ നടക്കുന്നതാണ് ഈ കാണുന്നത്. അവിടെ ഇന്ത്യക്കാരോണ്ടല്ല ഹിന്ദുക്കളോണ്ട് വരരുതെന്നാണ് പറഞ്ഞത്. അതെന്ത് കൊണാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹരിദാസൻ ഇത് കണ്ടിട്ടില്ല, ഹരിദാസിൻ്റെ താഴത്ത് കമൻ്റ് ഇട്ട ഒരു സംഖ്യകളും ഈ വീഡിയോ കണ്ടിട്ടില്ല, അതല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഏതാണെങ്കിലും ഇത് അമേരിക്കയിലെ ടാക്സസിൽ നടന്നതാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ഇന്ത്യൻ പതാകയാണ് വലിച്ചു കീറുന്നത്. ഒരവസ്ഥയെ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിനെ പറയിപ്പിക്കുന്ന സംഖ്യകൾ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ കാരണം നമ്മുടെ പതാക അവിടെ വലിച്ചു കീറി ഇന്ത്യയിലെ ഹിന്ദുക്കളോണ്ട് അങ്ങോട്ട് വരരുതെന്നാണ് അവിടുത്തെ അമേരിക്കൻ സിറ്റിസൺസ് പറയുന്നത്. കണ്ടു നോക്ക്. എങ്ങനെയുണ്ട്? വലിച്ചങ്ങ് കീറുക. നമുക്കൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടാവും നമുക്കത് കാണുമ്പോൾ. അത് തീർച്ചയായിട്ടും നമുക്കുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ പതാകനെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കണം എന്നും നമ്മുടെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം എത്രത്തോളം ആകണം എന്നൊക്കെയുള്ളത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്കതറിയാം. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കൾച്ചർ നമ്മൾ അവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ കൾച്ചർ തന്നെ കാണിക്കേണ്ട ഒരു ലിമിറ്റും ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാണ്ട് അവിടെ പോയിട്ട് ഏത് ചെറ്റത്തരും കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അടിയല്ല, അടിയുടെ അപ്പുറത്ത് അടി കിട്ടും. അവിടെ മുസ്ലിങ്ങളുടെ പേരിലല്ല, അല്ലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വരരുതെന്ന് അല്ല പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഇങ്ങോട്ട് വരരുത്. ആ വരരുതെന്നും പറഞ്ഞിട്ട് വെറുതെ നടക്കില്ല. അവിടെ ഫ്ലെക്സ് ബോർഡുകൾ കെട്ടിയിട്ടേ വണ്ടിയിൽ വണ്ടി വിടുക, നഗരത്തിലൂടെ വണ്ടികൾ വിടുക. ഇതാണ് ആ വണ്ടി, ഒന്ന് കണ്ടു നോക്ക്. സ്റ്റോപ്പ് ദ ഹിന്ദു ടേക്ക് ഓവർ ഓഫ് ടാക്സസ്. അതായത് വേണ്ട അവർക്ക്. കാരണം അവരെന്താണ് ആ വണ്ടിയുടെ പിക്ചറിലിട്ട ഫോട്ടോസ് നിങ്ങൾ നോക്കണം. ആ സംഭവത്തിലിട്ട് നോക്ക്. കുറേ ഗോമാതാക്കളുണ്ട്, ഗോമാതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഗോമാതാക്കളുടെ പശുവിൻ്റെ ചാണകവും മൂത്രമൊക്കെ ഫ്രണ്ടിലിട്ടിട്ടുണ്ട്. അപ്പം സ്വയം പ്രഖ്യാപിത ദൈവമായിട്ടുള്ള അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത അമ്മയായിട്ടുള്ള ഗോമാതാവിനെ ആരാധിക്കുന്ന ഹിന്ദുക്കൾ ഇനി ടാക്സസിൽ വേണ്ട എന്നാണ് അവിടുത്തെ തീവ്ര വലതുപക്ഷ ചിന്താഗതിയിലുള്ള ആൾക്കാർ. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ നാട്ടിലെ സംഖ്യകൾ, ഇവിടെ നമ്മൾ സംഖ്യകൾ എന്താ പറയുന്നത്, അതേപോലെ ആ നാട്ടിലെ സംഖ്യകൾ. കാരണം നമ്മൾ അവിടെ പോയി കാണിക്കുന്ന വേണ്ടായിരുമേ. കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെ നമ്മുടെ മോങ്ങിജി നാട് ഭരിക്കുന്നതിൻ്റെ മുമ്പ് വരെ ഒരു പ്രശ്നങ്ങളും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഇന്ത്യക്കാരെന്നോ ഒരു പ്രശ്നങ്ങളില്ല. കാരണം നമ്മൾ അവിടെ പോയിട്ട് മറ്റൊരു രാജ്യമാണ്, അവിടുത്തെ കൾച്ചറുകളെ അല്ലെങ്കിൽ അവിടുത്തെ പാരമ്പര്യത്തെ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ബഹുമാനിച്ചുകൊണ്ടേ നമ്മൾ നമ്മുടെ റിച്വൽസും കാര്യങ്ങളും അവിടെ നടത്താറുള്ളൂ. അങ്ങനല്ല. ഇപ്പം വിശ്വഗുരു ആണ് നമ്മൾ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഈ പാവപ്പെട്ട സംഘിൻ്റെ മൈൻഡിലോട്ട് വെച്ചിട്ടുണ്ട്. അതായത് വിശ്വഗുരു ഉണ്ട്, ചക്കക്കുരു എവിടെ പോയിട്ട് റാ പോലെ വളഞ്ഞോളും, അതുകൊണ്ട് നീ അവിടെ പോയിട്ട് എന്തും ചെയ്യാൻ നമുക്ക് എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ കൊണ്ടുവന്ന് അത് കണ്ടിട്ട് ഇവന്മാർ എന്ത് ചെറ്റത്തരും കാണിക്കും. കുറച്ച് പഴയതാണെങ്കിലും ഈ ഒരു വീഡിയോ ഇപ്പോൾ അടുത്ത് വീണ്ടും വൈറലായിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് കനഡയിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. കനഡയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജയശ്രീരാമൻ വിളിച്ച് ഹനുമാനെയും കെട്ടിച്ചിട്ട് അവിടുത്തെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറെ വാണ സംഖ്യകൾ. എങ്ങനെയുണ്ട്? ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ പോയി കാണിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് ബേജാറാവും, അല്ലെങ്കിൽ ടെൻഷനാവും, അല്ലെങ്കിൽ അവർക്ക് വെറുക്കൂലേ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഒരു കുർബാന കണ്ട് നടത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സംഖ്യകളെല്ലാം കൂടെ അടിച്ച് ഓടിക്കൂലേ ഈ ക്രിസ്ത്യാനികളെ ഇല്ലേ? അതേ സ്ഥാനത്ത് ഒരു നബിദിന റാലി നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിനുള്ളിൽ നിന്ന് കഴിക്കാമെന്നൊരു മുസ്ലിം വിചാരിച്ചു കഴിഞ്ഞാൽ അടിച്ച് തീർക്കൂലേ? നമ്മുടെ രാജ്യത്ത് കലാപം ഉണ്ടാക്കും, കലാപം. അതേ ടീമാണ് അവിടെ പോയിട്ട് ജയശ്രീരാം വിളിച്ച് നടക്കുന്നത് ഇവിടെ ഇമാതിരി സൂപ്പർ മാർക്കറ്റിനുള്ളിൽ. അത് മാത്രമല്ല, നമുക്കറിയാം അവിടുത്തെ റോഡുകളിലും തോടുകളിലും പുഴകളിലും എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാർ കാണിക്കുന്ന ഓരോ കൊള്ളരുതായ്മ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, ഒരു ഇന്ത്യൻ കപ്പിൾ നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ എവിടുന്നാണ്, എന്താണ് നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ഇറങ്ങി പോടാ എന്നും പറഞ്ഞിട്ട് തെറി വിളിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും അല്ലേ? India is so incredible. Why don't you just stay in India? Why do you have to come to America? To explore world. No, we don't want you here. You got to go home. Get the out of my country. Niggers. കണ്ടല്ലോ, നമ്മുടെ വിശ്വഗുരുവിന് മറ്റ് രാജ്യങ്ങളിൽ കിട്ടുന്ന ഒരു വില എത്രത്തോളം ഉണ്ടെന്ന് ഇനിയെങ്കിലും സംഖ്യകളെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സംഗീതം കാരണമാണ് ഇപ്പോൾ ഇന്ത്യക്കാരവിടെ കണ്ടുകൂടാതായിട്ടുള്ളത്. നിങ്ങൾ ഈ നാട്ടിൽ എന്ത് ചെറ്റത്തരം നിങ്ങൾ കാണിക്കുക എന്നുള്ളത് കൊണ്ടാണ് അവിടുത്തെ വലതുപക്ഷത്തിന് എത്ര തോടിൽ ഈ അവസ്ഥയിൽ ഇതിനെ എതിർക്കുന്നത്. ഒരു ക്രിസ്മസ് വരുന്ന സമയത്ത് ഇവിടെ പുൽക്കൂട് തകർത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം ഇട്ടവരെ അടിച്ച് അല്ലെങ്കിൽ പള്ളിയിൽ കയറിയ ആവശ്യമില്ലാത്ത പരിപാടികൾ കാണിച്ച് പള്ളീൻ്റെ അകത്ത് മാസം നടക്കുന്ന സമയത്ത് നിങ്ങൾ പുറത്ത് ഹനുമാൻ ചാലിസ പാടി
ഒരു മാളിൽ ക്രിസ്മസ് ആയതിൻ്റെ അലങ്കരിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ വലിച്ചു കയറി അവിടെ ജയശ്രീരാം സ്ലോഗനം ഇട്ട് നിങ്ങൾ ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാർ ഭരിക്കുന്ന അമേരിക്ക പോലത്തെ ഒരു ക്രിസ്ത്യൻ രാജ്യത്ത് അവരതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. അവരതൊക്കെ നോട്ട് ചെയ്തിട്ടാണ് മൂങ്ങിക്കിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രാവശ്യം താരിഫായിട്ടും മറ്റ് പല പ്രതിസന്ധികളും ഈ രാജ്യത്തോട്ട് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം പുതിയ താരിഫ് വന്നല്ലോ, വീണ്ടും 12% ഇന്ത്യക്ക് അടിച്ചു കൊടുക്കും എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. ഇത് നമ്മളവിടെ നിങ്ങൾ മോങ്ങിജി എന്നുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ വിശ്വഗുരു. സംഘികൾക്ക് മാത്രമേ വിശ്വചക്കക്കുരുള്ളൂ. സംഘികളല്ലാത്തവർക്കും മറ്റ് പുറം രാജ്യങ്ങൾക്കും അയാൾ വലിയൊരു മഹാ തോൽവിയാണ്, വമ്പൻ തോൽവി. ആ തോൽവിയുടെ എഫക്റ്റ് നമ്മൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിക്ക് നമ്മൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 10 വർഷം കൊണ്ട് ഈ പുകഞ്ഞ് ഇപ്പോൾ പല സ്ഥലത്ത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അവസ്ഥയിലോട്ട് ഇന്ത്യനെ ബാക്കി രാജ്യക്കാർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ സംഘികളെ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ സുഖമായിട്ട് അവിടെ പോയി നല്ലപോലെ ജീവിച്ചു വരുന്നുണ്ട്. അക്കൂട്ടത്തിലെ തീവ്രത ചിന്തിക്കുന്ന സംഘികളും അതല്ലെങ്കിൽ കൂട്ടത്തിൽ നിങ്ങൾ വെച്ചോ ഇസ്ലാമിക് തീവ്രവാദികളുടെ പേര് അവിടെ കൊണ്ട് കാണിക്കുന്ന അല്ലാത്തവന്മാർ, ഈ 2 ടീമിനെയാണ് ഏറ്റവും കൂടുതൽ അവിടെ ചവിട്ടി പുറത്തായിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാർ. ഇപ്പോൾ നമ്മൾ ഈ കൊടി കയറുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫ്ലാഗ് കയറുന്ന ഒരു സംഭവം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ നടന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ടെക്സസിലെ ഫ്രെസ്കോ എന്ന് പറഞ്ഞ നഗരത്തിലാണ് തീവ്ര വലതുപക്ഷ പ്രതിഷേധക്കാർ ഒത്തുകൂടിയിട്ട് നഗരത്തിലെ വളർന്നു വരുന്ന ഇന്ത്യൻ സമൂഹത്തെ ലക്ഷ്യമിട്ട് അവർ ഹിന്ദു അധിനിവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ അത് നിർത്തണം, അത് വെള്ളക്കാരുടെ ജീവനും വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചിട്ടാണ് അവർ ആ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഈ പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകനായിട്ടുള്ള ജെയ്ക്ക് ലാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, അതായത് തീവ്ര വലതുപക്ഷക്കാരന് ഇന്ത്യക്കാരെതിരെ പ്രത്യേകിച്ച് ഇന്ത്യൻ ഹിന്ദുക്കളെ ഐഡൽസിന് അല്ലെങ്കിൽ വിഗ്രഹാരാധന അങ്ങനെ അവർ പറഞ്ഞിട്ടുള്ളത്, ഐഡൽസിന് പ്രാർത്ഥിക്കുന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല, ഇതൊരു ക്രിസ്ത്യൻ രാജ്യമാണ് അങ്ങനെ പറഞ്ഞ് നടന്ന ഈ പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ അറസ്റ്റിലായ പോസ്റ്റ് ഇട്ടതുകൊണ്ട് അതേസമയം മറ്റ് ചില ആളുകൾ അവിടെ വന്നിട്ട് ഈ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, പ്രതിഷേധക്കാർ ഇന്ത്യൻ പതാക വലിച്ചു കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ H-1B വിസയിൽ ഉള്ള എല്ലാ കുടിയേറ്റക്കാരെയും അവിടുന്ന് അടിച്ചോടിക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് നോർത്ത് ലാൻഡ് പ്രദേശത്ത് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചതായിട്ടും ഇതിൽ പറയുന്നുണ്ട്. അപ്പം അവിടുത്തെ H-1B വിസയുടെ അവസ്ഥ നമുക്കറിയാം. പണ്ട് 1 ലക്ഷത്തിന് കിട്ടിയ വിസക്ക് ഇപ്പം 10 കോടി കൊടുക്കേണ്ട അവസ്ഥ, $1 ലക്ഷം കൊടുക്കേണ്ട അവസ്ഥയും, അല്ലെങ്കിൽ അവിടുത്തെ IT സെക്ടറുകളിൽ ഇന്ത്യക്കാരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും, ഒരു H-1B വിസക്കാരൻ്റെ ഫാമിലിക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലുള്ള ബുദ്ധിമുട്ടുകളും ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇപ്പം 12% കൂടെ 18% ലാസ്റ്റ് നമ്മൾ എത്തിച്ചിട്ടുള്ള കാലും കയ്യും പിടിച്ച് എത്തിച്ചിട്ടുള്ളത്. വീണ്ടും 12% കൂട്ടി 30% മേലെ തീരുവ നമുക്കിട്ട് കിട്ടും, അതിന് പണി കിട്ടും എന്നുള്ള അവസാനത്തെ പോളിസി ടോക്കിൽ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അവരിങ്ങോട്ട് അയക്കുന്നത്, അതായത് ഇവിടുത്തെ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പരുത്തി കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ക്ഷീര കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള അവരുടെ കയറ്റുമതികൾ ഇന്ത്യ ഇവിടെ ഇറക്കുമതി ചെയ്തിട്ട്, അതായത് 500 ബില്യൻ്റെ USD ടോട്ടൽ നമ്മളിവിടെ വിറ്റ് തീർക്കണം ഇന്ത്യൻ മാർക്കറ്റിൽ. ഇന്ത്യയിലെ സാധാരണ കൃഷിക്കാർക്കും ബാക്കിയുള്ള എല്ലാവർക്കും പണി കിട്ടാനുള്ളത്. ഇപ്പോഴും നമുക്ക് അങ്ങോട്ട് ഈ പറഞ്ഞ പോളിസിയിൽ ഇതിൻ്റെ ഒരു പ്രിലിമിനറി പോളിസി മാത്രമേ സിഗ്നേച്ചർ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഇപ്പോഴും ഇതിങ്ങനെ മട്ടൽമ ചോട്ടുകൾ നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയും ഒന്നും എത്തുന്നില്ല. വിദേശ പോളിസികൾ മൊത്തം കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം ഒരു സംഖ്യ ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, വലിയ ഡയലോഗ് പറഞ്ഞു. ഞാൻ അവിടുത്തെ ഏതോ കൊണ്ടാണ്ടറാന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ്റിലെ ആ ഡാഷ് മോനും അവിടെ നടക്കുന്ന അവസ്ഥ എന്താണെന്നറിയില്ല. മൂത്ത സംഗീസം മൂത്തിട്ട് എന്തെങ്കിലുമൊക്കെ വിവരക്കേട് വിളിച്ച് പറയാം. ഇപ്പോഴും ഞാൻ അറിയുന്ന അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന പല ആളുകളും ഇപ്പോഴും സാധനം കെട്ടിക്കിടക്കുക ഇവിടെ, അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല. അങ്ങോട്ട് പോവാത്തതിന് പകരമായിട്ടായിരുന്നു നമ്മൾ യൂറോപ്പിൽ വലിയ മാർക്കറ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ പോയി സൈൻ ചെയ്ത് ആ കരാറും അടുത്ത കൊല്ലം വേറെ യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളും അതിനെ എതിർത്തിട്ടില്ലെങ്കിൽ അന്ന് സിഗ്നേച്ചർ ആവും. അതായി കഴിഞ്ഞിട്ട് നമ്മളൊരു പുതിയ അല്ലെങ്കിൽ ഒരു വ്യാപാര കരാർ അവിടെ ഉണ്ടായിട്ട് വേണം നമ്മൾ അവിടെ പോയിട്ട് പുതിയ കച്ചവടം, പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അമേരിക്കയിലുള്ളത് മുട്ടി നിൽക്കുകയാണ്. പുതിയ ഒരു തരത്തിലുള്ള കരാറുകളും സൈൻ ചെയ്തിട്ടില്ല. മലൻ TVയിലും ക്രിമി ചാനലിലും നിങ്ങളെ കാണിച്ചിരുന്ന, ഗോധി മീഡിയയിൽ നിങ്ങളെ കാണിച്ചിരുന്ന എല്ലാം ഇവിടെ നടക്കുന്ന സത്യാവസ്ഥകൾ മനസ്സിലാക്ക്, സംഖ്യകളെ മനസ്സിലാക്ക്. നിങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞ വർഗീയതയുടെ ഒരു സംഭവം കൊണ്ടിട്ട് കൃഷ്ണനെയും രാമനെയും ഹനുമാനെയൊക്കെ കൊണ്ടിട്ട് അമ്പലവും പള്ളിയൊക്കെ കൊണ്ടിട്ട് ബീഫും അതല്ലെങ്കിൽ ചാണകവും മൂത്രമൊക്കെ കൊണ്ടിട്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വളർച്ച മേലോട്ടല്ല. 4 GDP ഇവിടെ 6 എത്തി. അത് ഇനി താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും വൃത്തികെട്ട പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മൂല്യം കാഴ്ചവെക്കുന്ന രൂപ ഇന്ത്യയുടെ രൂപയാണ്. പാകിസ്ഥാൻ്റെ രൂപയും ബംഗ്ലാദേശിൻ്റെ രൂപയും ഇന്ത്യയുടെ മേലെ കിടക്കുന്നത്. ഒരു പെർ ക്യാപിറ്റ GDP എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മളാണ് അവരേക്ക് ആ താഴ്ചയിലുള്ള ആളുകൾ. നമ്മൾ GDPയിൽ അങ്ങ് മേലെ എന്നുകൊണ്ട് കാര്യമില്ല. ഓരോ ആളുകളെടുത്ത് അവന് കിട്ടുന്ന വരുമാനം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവരെക്കാളും താഴ്ചയിലാണ് നിൽക്കുന്നത്. മനസ്സിലാക്കുക നിങ്ങൾ. നമുക്കുള്ള വില ലോകത്തിന് മുമ്പിൽ ഇപ്പോൾ ഇന്ത്യക്കാരുടെ വില എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമാണ്. നമ്മുടെ മോങ്ങിജി പല സ്ഥലത്ത് ടൂറ് ചെയ്ത് കാല് പിടിച്ച് മെഡൽ വാങ്ങിച്ച് വന്നുകൊണ്ട് ഇന്ത്യക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്ത് അങ്ങോട്ട് പോവാം. എന്നിട്ട് ഒമാനിൽ പോയിട്ട് ഇപ്പോൾ എന്തായി? അടിച്ച് കിട്ടിയില്ലേ?
ഒമാനിൽ പോയി നമ്മൾ സൈൻ ചെയ്ത് എന്താണ് ഹലാൽ സാധനം വേണം ഞങ്ങൾക്ക്. ഇവിടെ ഇന്ത്യയിൽ ഹലാൽ വെച്ച് കഴിഞ്ഞാൽ ഹലാൽ ബോർഡ് വെച്ചവൻ്റെ വീട് തകർക്കും, അവൻ്റെ ഷോപ്പ് അടിച്ച് തകർക്കും. ഹലാൽ വെക്കാൻ പാടില്ല. നമ്മുടെ കേരളത്തിൽ വരെ അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ച സാധനങ്ങൾ കൊടുത്തു എന്നും പറഞ്ഞിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഹലാൽ സ്റ്റിക്കർ വെച്ച സാധനങ്ങൾ ഉണ്ടെങ്കിലേ ആ കട അടപ്പിച്ചോളാൻ ആ യോഗി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവസാനം എന്തായി, നമ്മുടെ സാധനങ്ങളെ ഈ കെട്ടിക്കിടക്കുന്ന ഗോമാതാവ് ഉണ്ടല്ലോ, 14 വയസ്സ് കഴിഞ്ഞാൽ മൂത്ത് നരച്ച ഗോമാതാവ്, അതോടുകൂടി ചിക്കൻ ചുക്കല്ല ബീഫ് ചുക്കാക്കുന്ന അതങ്ങോട്ട് പോകണമെങ്കിൽ ഹലാൽ സ്റ്റിക്കർ വേണം. ഓക്കെ, ഞങ്ങൾ വിടാം, ഞങ്ങൾക്ക് തരാം, ഞങ്ങൾ സൈൻ ചെയ്തോളാം. അപ്പം സംഘികളുടെ പ്രൊപ്പഗണ്ട അവിടെ തീർന്നു. അത്രയേ ഉള്ളൂ. സംഘികളുടെ എന്താ പറയുക, ഹലാലിൻ്റെ വിരോധവും ഗോമാതാവിനോടുള്ള പ്രേമം, മൂത്ത പ്രേമമൊക്കെ അവിടെ കൊണ്ട് തീരുകയാണ്. മനസ്സിലാക്ക് ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്ക്. എന്നിട്ട് ചിന്തിച്ചിട്ട് വന്ന് കൊണക്കി താഴത്തെ കമൻറ്റിൽ വന്നിട്ട് സംഘികളോടാണ് പറയുന്നത്, മരങ്ങൾ